ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു അടിപൊളി ഫുഡ് വ്ളോഗുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഭക്ഷണപ്രിയരായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വ്ളോഗ് സമർപ്പിക്കുന്നത്. കൂടാതെ തന്നെ കുറ്റിപ്പുറത്ത് നിന്ന് 1/2 കിലോമീറ്റർ കഷ്ടി വന്നാൽ രുചികരമായിട്ടുള്ള ഭക്ഷണം, അതായത് നാടൻ സദ്യ, ഉപ്പേരി, പപ്പടം, അച്ചാർ തുടങ്ങിയ ഏകദേശം സദ്യയുടെ മുഴുവൻ സൈഡ് ഡിഷുകളും, കൂടാതെ തന്നെ വിവിധ ഇനം മത്സ്യങ്ങളുടെ ഫ്രൈയും ഫിഷ് മസാല പോലെയുള്ള വിഭവങ്ങളാണ് ഇവിടെ ലഭ്യമാവുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ റെസ്റ്റോറൻറ്റ് ഉൾവശം ഒന്ന് കാണാം കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ അതിൻ്റെ മാനേജറായിട്ടുള്ള ശ്രീ വിഷ്ണുവേട്ടൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങി നമ്മൾ ഈ വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണാം. ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് നീളാതുരത്തോട് ചേർന്ന് തന്നെയാണ് കേട്ടോ. ഇപ്പോഴുള്ള കാലാവസ്ഥയുടെ മാറ്റങ്ങൾ കൊണ്ടാണ് ഇവിടെ ചെടികളും മറ്റും വളർന്ന് കാണുന്നത്. എന്നിരുന്നാലും ഗൃഹാതുരത്വം സ്പർശിക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ ഓരോ കസ്റ്റമറിനും ഫീൽ ചെയ്യുന്നത് ഇത് തന്നെയാണ് കേട്ടോ. ഈ കാഴ്ചകളൊക്കെ മനസ്സിനെ തണുപ്പിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ പേര് പോലെ തന്നെ മനോഹരമായിട്ടുള്ള അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്കിനി ഇതിൻ്റെ ഉൾവശം ഒന്നുകൂടി കാണാം. നമ്മൾ മേശ, കസേര, മറ്റു കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. കറി ഉപ്പേരി എലിശ്ശേരിയിലെ അവിയൽ തോരൻ എലിശ്ശേരി. ഓക്കെ ഓക്കെ ഓക്കെ. അവിയൽ, ഉപ്പേരി, തോരൻ, എലിശ്ശേരി തുടങ്ങിയ സാധനങ്ങളാണ് ഇതെന്ത് കറിയാട്ടാ വെച്ചിട്ടുള്ളത് വിളമ്പാൻ വേണ്ടി. എന്ത് കറിയാ? പായസമാണല്ലേ? രണ്ട് പായസം, രണ്ട് കൂട്ടാണോ? ഒരേ പായസം തന്നെയാണോ? ഒരേ പായസം. നമ്മൾ പായസത്തിനെ പറ്റി അന്വേഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എൻ്റെ ഒരു സെൽഫി വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉൾവശങ്ങളെല്ലാം പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് ഇവിടുത്തെ എത്ര ഹൈജീൻ ആണെന്നുള്ളത് നമ്മളെ പ്രേക്ഷകരൊന്നും ബോധ്യപ്പെടുത്തണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുത്തെ വീഡിയോ ഒന്നുകൂടി ഷെയർ ചെയ്യുന്നത്. ഒരുപാട് സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റാഫ് തന്നെയാണ് കേട്ടോ. ഏറ്റവും ആത്മാർത്ഥതയുള്ള സ്റ്റാഫുകളായിട്ടാണ് എനിക്ക് അവരെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അത്. നമ്മൾ കിച്ചണിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. നമുക്ക് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് അറിയണ്ടേ. അവിടെ കയറിയപ്പോൾ തന്നെ ചേച്ചിമാരെല്ലാം വലിയ ഹാപ്പി ആയിരുന്നു. നമ്മളെ വലിയ രീതിയിൽ വെൽക്കം ചെയ്തു അവരെല്ലാവരും. ഇപ്പോൾ ഷമിത ചേച്ചി ഇത് ചെയ്യാൻ പോകുന്നത് കാളാഞ്ചി വേവിച്ചെടുക്കുകയാണ്. അതിന് ശേഷമാണ് അവർ ഫ്രൈ പ്രോസസ്സിലേക്ക് പോകുന്നത്. ഇത് അതിലേക്ക് മിക്സ് ചെയ്യാനുള്ള മസാലയാണ്. അതുപോലെ തന്നെ ക്രാബെല്ലാം ഇവിടെ വേവിക്കുന്നുണ്ട്. ഇത്തരം മസാലകൾ തന്നെയാണ് ക്രാബിലും യൂസ് ചെയ്യുന്നത്. ഇത് കക്ക ഇറച്ചി കണ്ടു, ചെമ്മീനുണ്ട്, കൂന്തലിറച്ചിയുണ്ട്. അതുപോലെയുള്ള ഒരുപാട് വിഭവങ്ങൾ നമുക്ക് മുമ്പിൽ അവർ പരിചയപ്പെടുത്തി തന്നു. അതുകൂടാതെ തന്നെ ഇവിടെ കരിമീൻ അവർ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള രീതിയിലേക്കാണ് പിന്നീട് കൊണ്ടുപോകുന്നത്. അതേ രീതിയിൽ തന്നെ മുറിച്ച് വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. കാളാഞ്ചി ആവട്ടെ, കരിമീനാവട്ടെ, എന്ത് തന്നെയാണെങ്കിലും അവർ വലിയ മത്സ്യങ്ങളെല്ലാം തന്നെ അവരൊന്ന് ആദ്യം വേവിച്ചെടുത്തതിന് ശേഷം പിന്നീട് അവരുടെ സ്പെഷ്യൽ മസാലയും മറ്റു വെളിച്ചെണ്ണയും എല്ലാം പുരട്ടിയതിന് ശേഷം വീണ്ടും സ്പെഷ്യൽ പാനിലേക്ക് ഇട്ട് ചൂടാക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് മുമ്പിൽ എത്തിക്കുന്നത്. ഈ ഫ്രൈ ചെയ്യുന്ന പാന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എന്ത് രസമായിട്ടാണ് അവർ ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ നിറം തന്നെ കാണുമ്പോൾ നമുക്ക് ഇന്ന് തന്നെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ മതിയാവും എന്നുള്ളതാണ് തോന്നിപ്പോകുന്നത്. ഇത് മറ്റൊരു സ്റ്റാഫായിട്ടുള്ള ജംഷി ചേച്ചിയാണ് കേട്ടോ. ജംഷി ചേച്ചിക്ക് താങ്ക്സ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 2 തരം പായസം കണ്ടു. ഒന്ന് അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന പോലെയുള്ള കഠിന പായസം പോലെയുള്ള ഒരു ശർക്കര പായസമാണ് വരുന്നത്. അത് നമുക്ക് വേണ്ടിയിട്ട് അവർ തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ സ്പെഷ്യൽ പായസം എല്ലാം വേണമെന്നുണ്ടെങ്കിൽ 30 രൂപ അങ്ങനെ എന്തോ ചെറിയ റേറ്റിലാണ് അവർ ഈ ഒരു പാൽപ്പായസം അല്ലെങ്കിൽ അടപ്പായസം അവിടെ സെർവ് ചെയ്യുന്നത്. അത് വളരെ മനോഹരമായിട്ട് തന്നെ ഉരുളിയിൽ അവർ വേവിച്ച് വയ്ക്കുന്നുണ്ട്. സേവ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഓരോ സാമ്പിൾസാണ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നത്. നമുക്കിനി ഭക്ഷണം കഴിക്കുന്ന സ്പോട്ടിലേക്കൊന്ന് നോക്കാം. അവരെങ്ങനെയൊക്കെയാണ് അത് ആസ്വദിക്കുന്നത് നോക്കാം. നമസ്കാരം. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്രസാദ് അല്ലേ? ഓക്കെ ഓക്കെ. ചേട്ടൻ ഇവിടുത്തെ ഓക്കെ പ്രധാനപ്പെട്ട കുക്കാണല്ലേ? ഓക്കെ. എങ്ങനെയാണ് ചോറിൻ്റെ വില? 70 രൂപ അല്ലേ? ഓക്കെ. ഫിഷ് നോർമൽ മുതൽ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഓക്കെ ഓക്കെ. 30 രൂപ 25 രൂപ അല്ലേ? മത്തി അയിലാണെങ്കിൽ എന്താ റേറ്റ്? 80. കാളാഞ്ചി അതല്ലേ? കക്കയോ? 150 അല്ലേ? അതെങ്ങനെ ഒരു പ്ലേറ്റ് ആണോ? ഓക്കെ ഓക്കെ. ചെമ്മീൻ 150. ഓക്കെ 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 ഓക്കെ. മീറ്റ് ഉണ്ടോ? മീറ്റ് ഇറച്ചി അങ്ങനെ ഇല്ല? മീനാണ് മെയിനായിട്ടല്ലേ? ചോറും മീൻ, അതാണ് ആ ക്യാപ്ഷൻ തന്നെ. ചോറും മീനും മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ചേട്ടൻ്റെ സ്വദേശം എവിടെയാണ്? തവനൂർ. ഓക്കെ ആയിക്കോട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
ഓക്കെ, താങ്ക് യു. എവിടെയാണ് സ്ഥലം? അതെ, ഓക്കെ ഓക്കെ ഓക്കെ. എപ്പോൾ ആരാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് പറഞ്ഞത്? അതെ, ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ, എങ്ങനെയുണ്ട് ഫുഡ്, എങ്ങനെയുണ്ട്? ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു സർ. ചോറും മീൻ എന്ന സ്ഥാപനത്തിൻ്റെ വിവരങ്ങളാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിഷ്ണുവേട്ടൻ ആണ് ഇതിൻ്റെ മാനേജർ. അദ്ദേഹത്തോട് ചോദിക്കാൻ ഇതിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട്. എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ? ബിസിനസ് നല്ല ഉഷാറായിട്ട് പോകുന്നു. വളരെയധികം സന്തോഷമാണ് നമുക്ക്. നമ്മൾ ഈ സദ്യ, നല്ല നാടൻ സദ്യ, എല്ലാ അവിയലായാലും കാളൻ, തോരൻ, എല്ലാ ഐറ്റംസും പാലക്കാട് സൈഡിൽ നിന്നുള്ളവരും തൃശ്ശൂർ സൈഡിൽ നിന്നുള്ളവരും നമ്മളെ തേടി എത്തുന്നുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആളുകളുടെ റിയാക്ഷൻ ഉണ്ട്, എങ്ങനെയുണ്ട്? മലപ്പുറം ജില്ലയിലുള്ളവർ നല്ല സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല മീൻ കഴിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ തേടി എത്തുന്നുണ്ട്. എത്ര സ്റ്റാഫാണ് നമുക്കിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്? നമുക്കിവിടെ കിച്ചണിൽ ഒരു 25ഓളം സ്റ്റാഫ് കിച്ചണിലുണ്ട്. ഓക്കെ. പിന്നെ സപ്ലൈക്ക് നമുക്കൊരു 68ഓളം സ്റ്റാഫ് സപ്ലൈക്ക് ഉണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ സെക്യൂരിറ്റി സ്റ്റാഫായിട്ടും ക്ലീനിങ് സ്റ്റാഫായിട്ടും വേറെ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. ടോട്ടൽ ഒരു 110 എല്ലാവരും നല്ല കട്ട സപ്പോർട്ടായിട്ട് നമ്മളെ കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് വിഷ്ണുട്ട. എല്ലാ ആശംസകളും. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കൃഷ്ണാർജുൻ എന്ന വ്ളോഗാണ്, കൃഷ്ണാർജുൻ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു 100,000 ആശംസകൾ നേരുന്നു. എല്ലാവരും ചോറും മീനും കുറ്റിപ്പുറത്തുള്ള സ്ഥാപനത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാവിധം ഫുഡും എൻജോയ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഒരുപാട് തവണ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എങ്കിലും ഇവിടെ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം അവിടുത്തെ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾ അവർ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓരോരുത്തരോടായാലും, പ്രത്യേകിച്ച് എന്നോടാണെങ്കിലും മറ്റുള്ള ആരോടാണെങ്കിലും അവർ വളരെ സ്നേഹത്തോടു കൂടി വീണ്ടും ഭക്ഷണം ഇടട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അവർ നമ്മളെ സൽക്കരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്നേഹം തന്നെയാണ് അവരുടെ സ്ഥാപനത്തിൻ്റെ വിജയം. കാരണം വെച്ചാൽ ഓരോരുത്തരും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരുടെ വയറ് മാത്രമല്ല അവരുടെ മനസ്സും നിറയുന്നുണ്ട്. അതുതന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സ്ഥാപനം വരുന്നത് കുറ്റിപ്പുറത്ത് നിന്നും ഏകദേശം കഷ്ടി വരണ്ടേ ഉള്ളൂ. 1/2 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തിരൂർ റോഡിൽ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥാപനം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടുത്തെ സ്ഥാപനത്തിലെ ചേച്ചിമാർ ഒരുപാട് പേരെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവിടുത്തെ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ പേരൊന്നും എനിക്കറിയില്ലെങ്കിൽ കുറച്ച് പേരുടെ പേര് ഞാനിവിടെ പറയുകയാണ്. വേശു, അംബിക, ശ്യാമള, മിനി, ജംഷി, പ്രസന്ന, ഷമിത, അതുപോലെ തന്നെ ഉഷ ചേച്ചി, ശാന്ത ചേച്ചി, എല്ലാ ചേച്ചിമാർക്കും താങ്ക്സ്. ഒരുപാട് പേരുടെ പേരറിയില്ല, പക്ഷേ എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്